സാർ നമസ്കാരം. നമസ്കാരം. ഇന്ന് മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ നടത്തിയ മാധ്യമ സമ്മേളനം പല രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു. ഇ.ഡി. വീണ വിജയനെതിരെയുള്ള മാസപ്പടി കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അതിന് പൊതുസമൂഹത്തോട് ഒരു മറുപടി പറയുക, അതിൽ രാഷ്ട്രീയമായൊരു വിശദീകരണം നൽകുക എന്ന് തന്നെയായിരുന്നു പിണറായി വിജയൻ്റെ ഈ പത്രസമ്മേളനം കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത്. അതുതന്നെയാണ്. എന്നാൽ പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞു. 2 വട്ടം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു, 10 വർഷം കേരളത്തെ ഭരിച്ചപ്പോൾ എന്തൊക്കെയാണ് ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ, ഒരു മുഖ്യമന്ത്രി എന്ന രീതിയിൽ രാജ്യത്തെ ജനങ്ങളോട് ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ള പല കാര്യങ്ങളും ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ മാധ്യമ സമ്മേളനത്തിലൂടെ തന്നെ പുറത്തു വരുന്നൊരു കാഴ്ച നാം കണ്ടു. പറഞ്ഞു വരുന്നത്, ഇ.ഡി. വീണ വിജയൻ്റെ കേസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ ഉൾപ്പെടുത്തി ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ഇ.ഡിയുടെ കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സ്വാഭാവികമല്ല. അങ്ങനെ സ്വാഭാവികമായൊരു നടപടി ഇ.ഡിയുടെ ഭാഗത്തു നിന്നും പത്രക്കുറിപ്പ് കേസ് അന്വേഷണം നടക്കുമ്പോൾ നടത്താറില്ല എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. കൂട്ടത്തിൽ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി എടുത്തു പറഞ്ഞു. മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ എന്നെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇ.ഡിയുടെ പത്രക്കുറിപ്പിൽ. എന്തിനാണ് അങ്ങനെ എൻ്റെ പേരെടുത്ത് പരാമർശിച്ചത് എന്നുള്ളൊരു ചോദ്യം അദ്ദേഹം എടുത്തു പറഞ്ഞു. അത് ഒരു കാരണവശാലും ഔചിത്യപൂർണമായില്ല എന്ന് പിണറായി വിജയൻ വളരെ ധാർഷ്ട്യത്തോടു കൂടി തന്നെ അത് കൃത്യമായി തന്നെ തുറന്നടിച്ചു. ഇവിടെ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറയുകയുണ്ടായി. വളരെ പ്രാധാന്യത്തോടു കൂടി വീണയുടെ ഈ കേസുമായി ബന്ധപ്പെട്ട വാർത്ത മലയാള മനോരമ എന്ന ദിനപത്രത്തിൽ അടിച്ചു വന്നു. മലയാള മനോരമയുടെ ഓണറായ, ഇപ്പോഴത്തെ സ്ഥാപകൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഉടമയായ മാമൻ മാത്യുവിനെതിരെ അദ്ദേഹം കൃത്യമായി ചില പരാമർശങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇത്തരം വാർത്ത കൊടുക്കാനുള്ള ഉറവിടം കിട്ടിയത്? എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് മുഹമ്മദ് റിയാസ് വീണ വിജയൻ അയച്ചു കൊടുത്ത പണം ഹവാല പണമാക്കി മാറ്റിയെന്നും മുഹമ്മദ് റിയാസിൻ്റെ അക്കൗണ്ടിലേക്ക് വീണ വിജയൻ പണം മാറ്റി എന്നുള്ള രേഖകൾ നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ചില മാധ്യമധർമ്മങ്ങളൊക്കെ പാലിക്കണ്ടേ? ഇത് മാമൻ മാത്യു എൻ്റെ അടുത്ത സുഹൃത്താണ്, പക്ഷേ നിങ്ങൾ അറിയാൻ വേണ്ടി തന്നെയാണ് ഞാനിത് പറയുന്നത് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ പിണറായി വിജയൻ്റെ ഭാഷയ്ക്കും ശാരീരിക ഭാഷയ്ക്കും ചില വ്യത്യാസങ്ങൾ ആ മാധ്യമ സമ്മേളനത്തിൽ ഇത് പറയുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചു. ഇ.ഡി. പിണറായി വിജയൻ്റെ പേര് വെച്ചുകൊണ്ടൊരു പത്രക്കുറിപ്പ് ഇറക്കിയത് അനൗചിത്യമായി എന്ന് പറയുന്ന പിണറായി വിജയൻ ഒരു മുഖ്യധാര മാധ്യമങ്ങൾ അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം അനുസരിച്ച് അവർക്ക് കിട്ടിയ വാർത്തകൾ പ്രക്ഷേപണം ചെയ്തു കഴിഞ്ഞപ്പോൾ അതിനെതിരെ ഇത്രത്തോളം ഭീതിതമായ രീതിയിൽ അല്ലെങ്കിൽ ഇത്രത്തോളം രോഷം കൊള്ളുന്ന രീതിയിൽ സംസാരിക്കേണ്ടതുണ്ടായിരുന്നു. എങ്ങനെയാണ് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയക്കാരൻ്റെ കൊടും ക്രൂരതകൾ അനുഭവിക്കേണ്ടി വന്ന, അതായത് ഉള്ള വാർത്തകൾ തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ ഇല്ലാ കേസുകൾ എടുത്ത് ജയിലിലടയ്ക്കപ്പെട്ട ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ പിണറായി വിജയൻ ഇപ്പോൾ മലയാള മനോരമയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുന്ന ഈ വാർത്താ സമ്മേളനത്തിൽ ഉയർത്തിയ വിവാദങ്ങളോട് അങ്ങ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ആദ്യം നമ്മൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞുള്ള ഭാഗമൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി കാണിക്കാം. എവിടുന്ന് കിട്ടിയ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഏത് അന്വേഷണ ഏജൻസി കൊടുത്ത തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ പണം ഈ പറയുന്ന ഭർത്താവ് മുഹമ്മദ് റിയാസിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞു? ഏത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് റിയാസ് പണം ഹവാലിയായിട്ട് ഉപയോഗിച്ചു എന്നോ അങ്ങോട്ട് അയച്ചു എന്നോ എന്തൊക്കെ റിപ്പോർട്ട് ചെയ്തു? ഇപ്പോൾ നിയമ നടപടിക്ക് റിയാസ് തയ്യാറായില്ല എന്നുള്ളതല്ല എൻ്റെ വിഷയം. എങ്ങനെയാണ് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലൊന്നായ മാമൻ മാത്യു നേതൃത്വം കൊടുക്കുന്ന മലയാള മനോരമയ്ക്ക് ഇത്തരത്തിൽ ഒരു ശരിയല്ലാത്ത വാർത്ത കൊടുക്കാൻ കഴിഞ്ഞത്? അവർ സൃഷ്ടിക്കല്ലേ വാർത്ത? അങ്ങനെ വാർത്തകൾ സൃഷ്ടിക്കലാണോ നമ്മുടെ മാധ്യമങ്ങൾ ചെയ്യേണ്ടത്? പിണറായി വിജയന് നേരെ ആയാൽ എന്തും ചെയ്യാം, എന്തും സൃഷ്ടിക്കാം എന്നതാണോ അംഗീകരിക്കേണ്ട രീതി? എത്ര കാലമായി ഇങ്ങനെ തുടങ്ങിയിട്ട്? എന്താണ് ഇതിൻ്റെ ഫലം? നിങ്ങൾ ഉദ്ദേശിച്ച തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞു? ഇവിടെ ഇത് നിങ്ങളുടെ ചോദ്യത്തിന് എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ. ഈ പറഞ്ഞ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ വന്നപ്പോൾ
എല്ലാ രീതിയിലും വീണ സഹകരിച്ചിട്ടുണ്ട്. ഒരു വ്യത്യാസവും അതിൽ കാണിച്ചിട്ടില്ല. അത് ഏത് അന്വേഷണത്തോടും സാധാരണഗതിയിൽ നമ്മൾക്ക് സ്വീകരിക്കേണ്ട നിലപാടാണ്. അത് പൂർണ്ണമായി സഹകരിച്ചിട്ടുണ്ട്. ഇനിയും വിവരങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ ആ വിവരങ്ങൾ നൽകുന്നതിനും വീണയുടെ ഭാഗത്തുനിന്ന് യാതൊരു മടിയും ഉണ്ടാവില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ നല്ല ആത്മവിശ്വാസത്തോടെ തന്നെ പറയുന്നത്. അത് മാമൻ മാത്യു മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് മാമൻ മാത്യുവിൻ്റെ പേര് ഞാൻ പറയുന്നത്. മാമൻ മാത്യു എൻ്റെ അടുത്ത സുഹൃത്താണ്, അല്ലാത്തതുകൊണ്ടല്ല. അയാളും കാര്യങ്ങൾ മനസ്സിലാക്കണമല്ലോ. കേട്ടല്ലോ. അത് കേട്ട് കഴിഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ അതൊരു ഭീഷണിയാണ്. ഭീഷണി എന്ന് പറഞ്ഞാൽ അധികം അത്ര പറഞ്ഞാൽ മതി. അതൊരു കൊലപാതക ഭീഷണിയായിട്ട് നമുക്ക് കരുതാം. ഇത് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ലാവ്ലിൻ കേസ് 2005 ഫെബ്രുവരി മാസത്തിൽ ഞാൻ പുറത്തു കൊണ്ടുവന്നപ്പോൾ എന്നെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ ടീമിനെ ഏൽപ്പിച്ചിട്ടുള്ള ആളാണ് പിണറായി വിജയൻ. കൂടാതെ അതിന് ശേഷം ഞാൻ ഓരോ ദിവസവും പത്രസമ്മേളനം വിളിച്ച് എൻ്റെ ഓഫീസ് 2005 ഫെബ്രുവരി 2 മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിൽ ഗുണ്ടകൾ ആക്രമിക്കുകയും കത്തിക്കുകയും രേഖകൾ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. ലാവ്ലിൻ കേസിൻ്റെ രേഖകളും കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ രേഖകളടക്കം തട്ടിക്കൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുപോയ സംഭവത്തിന് ശേഷം ഞാൻ നിരന്തരമായിട്ട് ആദ്യം കൊച്ചിയിൽ പത്രസമ്മേളനം നടത്തി പിണറായി വിജയനെ വെല്ലുവിളിച്ചു. ധൈര്യമുണ്ടെങ്കിൽ എനിക്കെതിരെ കേസ് ഫയൽ ചെയ്യാൻ വെല്ലുവിളിച്ചു. അതിനുശേഷം ഞാൻ തിരുവനന്തപുരം പോയി വെല്ലുവിളിച്ചു. അതിനുശേഷം ഞാൻ കോഴിക്കോട് പത്രസമ്മേളനം പോകാൻ തയ്യാറായപ്പോൾ ഞാൻ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്നെ കൊല്ലുമെന്നാണ് ഭീഷണി ഉണ്ടായിരുന്നത്. ഞാൻ എന്ത് ചെയ്തു? ഇത് ഉമ്മൻചാണ്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അദ്ദേഹം അവിടെ പോലീസ് പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തി. എനിക്ക് എല്ലാ തരത്തിലും പോലീസ് സംരക്ഷണത്തോടു കൂടിയിട്ടാണ് ഞാൻ പത്രസമ്മേളനം നടത്തിയത്. ആ സംരക്ഷണം അതിൽ ഞാൻ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു. ഇതിലൊക്കെ പറഞ്ഞത് പിണറായി വിജയനെ വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ പബ്ലിഷ് ചെയ്ത ഈ വാർത്തയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പിണറായി വിജയനെ എനിക്കെതിരെ കേസ് കൊടുക്കാം. പകരം എൻ്റെ ഓഫീസ് കത്തിച്ചത് എന്തിന്? എൻ്റെ ഓഫീസിലെ സ്റ്റാഫിനെ ആക്രമിച്ചത് എന്തിന്? ക്രൈമിൻ്റെ കോപ്പികൾ കേരളം മുഴുവൻ പിടിച്ചെടുത്തത് എന്തിന്? ക്രൈമിൻ്റെ കോപ്പികൾ, ലക്ഷക്കണക്കിന് കോപ്പികൾ ഓരോ ഷോപ്പിലും കയറി പിണറായി വിജയൻ്റെ ഗുണ്ടകൾ വന്ന് കയറി എടുക്കുകയാണ്. അവർക്ക് യാതൊരു ഇതുമില്ല, പൈസ കൊടുക്കുന്നില്ല. അങ്ങനെ കേരളം മുഴുവൻ പിടിച്ചെടുക്കുകയാണ്. ഇതാണ് പിണറായി വിജയൻ്റെ പത്രസ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതിനുശേഷം 2005 ഫെബ്രുവരി 13 അവൈലബിൾ പാർട്ടി മീറ്റിംഗ് കൂടി എന്നെ കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. എന്നിട്ട് പിറ്റേ ദിവസം ദേശാഭിമാനി പത്രത്തിൽ ആ അവൈലബിൾ പാർട്ടി മീറ്റിങ്ങിൻ്റെ വാർത്ത പ്രസിദ്ധീകരിക്കുകയാണ്. പ്രസിദ്ധീകരിച്ചാൽ എന്താ പറയുന്നത് അറിയാമോ? ക്രൈം നന്ദകുമാറും അതിൻ്റെ ചീഫ് എഡിറ്റർ ക്രൈം നന്ദകുമാറും TP നന്ദകുമാറും സാമൂഹ്യ വിരുദ്ധരാണ്. ഈ പ്രസിദ്ധീകരണം ന്യൂയിസൻസ് ആണ്, നാടിന് ഇല്ലാത്ത വാർത്തകൾ പ്രസിദ്ധീകരിക്കുകയാണ്, അശ്ലീല പത്രപ്രവർത്തകനാണ്, മഞ്ഞപത്രമാണ്, ബ്ലാക്ക് മെയിലറാണ്, ആനയെ കുതിരയെന്ന് പറഞ്ഞിട്ട് അതിൽ പബ്ലിഷ് ചെയ്യാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? എന്നിട്ട് ജനങ്ങൾ നേരിടണം എന്ന് പറയണം. അതിൻ്റെ അർത്ഥം എന്താ? ജനങ്ങൾ നേരിടണം. നാളെ എവിടെന്നെങ്കിലും ആരെങ്കിലും അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജനങ്ങൾ നേരിട്ടതാണെന്ന് പറഞ്ഞാൽ മതി എന്നുള്ളതാണ് ആ മുൻകൂട്ടിയുള്ള മുൻകൂർ ജാമ്യം. എനിക്ക് കൃത്യമായി തന്നെ ആദ്യം തന്നെ മംഗളത്തിൻ്റെ ചീഫ് എഡിറ്ററായിരുന്ന അജിത് കുമാർ, ഇപ്പോൾ അദ്ദേഹം M5 എന്ന് പറയുന്ന ചാനലിൽ മാധവൻകുട്ടിയെ ഇൻ്റർവ്യൂ ചെയ്ത് പിണറായി വിജയൻ കള്ളനാണെന്ന് മാധവൻകുട്ടിയോട് പറയിപ്പിച്ചിട്ടുണ്ട്. അതെന്തായാലും വളരെ സന്തോഷം. അദ്ദേഹം കൃത്യമായി തന്നെ എന്നെ ആദ്യം അറിയിച്ചു, എന്നെ കൊല്ലാൻ വേണ്ടി പാർട്ടി തീരുമാനിച്ചിരിക്കുന്നു. അതിന് പിന്നാലെ തന്നെ രാജശേഖരൻ നായർ എന്നൊരു പത്രപ്രവർത്തകൻ, ചെറിയാൻ ഫിലിപ്പ്, കൂടാതെ പ്രമുഖ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്നെ വിളിച്ചു പറയണം, എന്നെ കൊല്ലാൻ തീരുമാനിച്ചിരിക്കുകയാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതാണ് സത്യം. ഞാൻ എന്ത് ചെയ്തു? പിറ്റേ ദിവസം അഡ്വക്കേറ്റ് രാംകുമാറിനെ കണ്ട് എന്നെ VS അച്യുതാനന്ദൻ വിളിച്ചു പറഞ്ഞു, എത്രയും വേഗം നന്ദകുമാർ ചെയ്യേണ്ടത് ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യുക, എന്നിട്ട് അത് പത്രക്കാർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. പിണറായി വിജയനാണ് ഇങ്ങനെ അതിന് പിന്നിൽ, പിണറായി വിജയനാണ് ഇതിൻ്റെ പ്രതി എന്ന് കൃത്യമായി വരണം എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് കൊടുക്കാൻ പറഞ്ഞു. ഞാനത് പ്രകാരം ഹൈക്കോടതിയിൽ രാംകുമാറിനെ കൊണ്ടൊരു ഇത് അന്വേഷിക്കാൻ വേണ്ടി, എന്നെ കൊല്ലാൻ വേണ്ടിയുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ട്. ദേശാഭിമാനി പത്രവും അടക്കമാണ്, അതായത് കോഴിക്കോട് ക്രൈമിൻ്റെ ഓഫീസ് ആക്രമിച്ചതടക്കമുള്ള കാര്യങ്ങളാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ തന്നെ പെറ്റീഷൻ തയ്യാറാക്കി ഹൈക്കോടതി ഫയൽ ചെയ്ത് പത്രക്കാരൻ കൊടുത്ത് പിറ്റേ ദിവസം വലിയ വാർത്തയായി. ക്രൈം നന്ദകുമാറിനെ കൊല്ലാൻ പിണറായി വിജയൻ്റെ കൊട്ടേഷൻ, പിണറായിയാണ് അതിൻ്റെ ഗൂഢാലോചന മുഖ്യ ആൾ എന്ന് പറഞ്ഞിട്ടുള്ള വാർത്ത വന്നോടെ അപ്പോൾ തന്നെ പിണറായി വിജയൻ എന്ത് ചെയ്തു? എന്നെ കൊല്ലാനുള്ള തീരുമാനം പിൻവലിച്ചു. കാരണം എവിടെയെങ്കിലും എന്തെങ്കിലും ആരും ആക്രമിക്കുകയാണെങ്കിൽ, എന്നെ കൊല്ലുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദി പിണറായി വിജയനായിരിക്കും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്, പരസ്യമായി രേഖയിൽ കൊണ്ടുവന്നത്. ഇത്
അന്ന് മുതൽ ഇന്ന് വരെ ഇനിയും എന്തൊക്കെ സംഭവിച്ചാൽ അതിൻ്റെ പരിപൂർണ ഉത്തരവാദി, എനിക്ക് എന്ത് സംഭവിച്ചാലും പിണറായി വിജയൻ എനിക്ക് ഉത്തരവാദി എന്ന് ഞാൻ അസന്നിഗ്ധമായി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ടി പി നന്ദകുമാർ എന്ന മാധ്യമപ്രവർത്തകനൊന്നും സംഭവിക്കാതിരിക്കാൻ ഉത്തരവാദിത്വം പിണറായി വിജയൻ എന്ന നേതാവിനായി. അല്ലാതെ അദ്ദേഹം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അദ്ദേഹം ഓൾറെഡി അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ ആരെങ്കിലും ചെയ്താൽ അതിൻ്റെ ഉത്തരവാദിത്തം പിണറായി വിജയനാണ്. ഇവിടെ മലയാള മനോരമേൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവർ ചെയ്തത് 2020 ആദായ നികുതി സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവിൻ്റെ കോപ്പി ജോമി തോമസ് എന്ന് പറയുന്ന ഡൽഹി ബ്യൂറോ ചീഫായ മനോരമേൻ്റെ ബ്യൂറോ ചീഫ് പുറത്തു കൊണ്ടുവരുന്നു മനോരമയിൽ ഫ്രണ്ട് പേജ് ന്യൂസ്. അതിൽ ഉള്ള കാര്യങ്ങളാണ് ഈ PV എന്ന പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ ഒരു 2.78 കോടി രൂപ ഒരു സർവീസും ചെയ്യാതെ കൈപ്പറ്റി. അതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് പറയുന്ന ആദായ നികുതി സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവിൻ്റെ കോപ്പിയാണ് അന്ന് പുറത്തുവിട്ടത്. അതിൽ വളരെ ക്ലിയർ അല്ലേ PV എന്ന് പറയുന്ന പിണറായി വിജയൻ ആണെന്നും 2.78 കോടി രൂപ വാങ്ങിയത് മാത്രമല്ല, PV എന്ന പിണറായി വിജയൻ ക്രോഡ്സ് ഓഫ് റുപ്പീസ് ആരടുത്ത് വാങ്ങിയിട്ടുണ്ട്, ഈ പറയുന്ന കർത്തേൻ്റെ അടുത്ത് വാങ്ങിയതിൻ്റെ കാര്യങ്ങളുമാണ് ആദായ നികുതി സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ രേഖയിലുള്ളത്. ഇത് ക്ലിയർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ആദായ നികുതി സെറ്റിൽമെൻറ്റ് ബോർഡ് ഉത്തരവിട്ടുള്ളത്. അപ്പോൾ ആദായ നികുതി ഇതിൻ്റെ പറയുന്നത് PV എന്ന പിണറായി വിജയൻ പല തവണ കോടികൾ കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ്റെ സ്വാധീന പ്രകാരമാണ് വീണ വിജയന് യാതൊരു സർവീസും ഇല്ലാതെ 2.78 കോടി രൂപ കൊടുത്തതെന്നാണ്. ഇതിനെ ആസ്പദമാക്കിയിട്ടാണ് SFIO അന്വേഷണം നടത്താൻ വേണ്ടി ഷോൺ ജോർജ് അദ്ദേഹത്തിൻ്റെ അച്ഛനെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത് നേരിട്ട് കണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതികാരം വർദ്ധിക്കുകയും അദ്ദേഹം BJP ചേരുകയും അതിന് പോരാട്ടത്തിന് ഇറങ്ങുകയും അങ്ങനെ SFIO അന്വേഷണം വന്നത്. SFIO അന്വേഷണത്തിൽ കൃത്യമായി തന്നെ ഈ കാര്യം കണ്ടെത്തുകയും അവർ അതിൻ്റെ റിപ്പോർട്ടിൽ ഇതിൻ്റെ അകത്ത് പ്രതികളാണ്, വീണ വിജയൻ പ്രതിയാണെന്നുള്ള കാര്യം കൃത്യമായി കൊണ്ടുവരുന്നത്. രേഖാമൂലമുള്ളത്തിനല്ലേ കേസെടുക്കാൻ പറ്റുള്ളൂ. PV എന്ന് പറയുന്ന ആൾക്കെതിരെ കേസെടുക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ പിണറായി വിജയൻ്റെ മകളാണതുകൊണ്ടാണ് വീണ വിജയന് പൈസ കിട്ടിയെന്ന് പറയുന്നത് സർവീസ് നടത്താതെ. ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, പിണറായി വിജയൻ്റെ മകളെന്ന നിലയിൽ ആണ് വീണ വിജയന് ഈ പൈസ 2.78 കോടി രൂപ കിട്ടിയിട്ടുള്ളത്. മാത്രമല്ല 20 കോടിയോളം രൂപ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. ഈ 20 കോടി രൂപ അതിൻ്റെ കൃത്യമായുള്ള കണക്കുകൾ പോകുമ്പോഴാണ് ഈ നമ്മുടെ എക്സാലോജിക് എന്ന കമ്പനി താൽക്കാലികമായി വീണ വിജയൻ പൂട്ടിയിട്ട് അതെല്ലാം തീരുന്ന് പിണറായി വിജയൻ പഠിപ്പിച്ചു കൊടുത്തതാണ്. കാരണം മുമ്പ് കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി എന്ന് പറയുന്ന കമ്പനിയിലേക്ക് 75 കോടി രൂപ സിംഗപ്പൂരിലെ കമ്പനിയിലേക്ക്, പിണറായി വിജയൻ്റെ ഭാര്യയുടെ പേരിലുള്ള കമ്പനിയിലേക്ക് 75 കോടി രൂപ മലബാർ ക്യാൻസർ സെൻ്ററിലേക്ക് വരേണ്ട ഫണ്ട് മാറ്റിയിട്ടുള്ള ആളാണ്, വിദ്വാനാണ് പിണറായി വിജയൻ. അന്ന് പഠിച്ചിട്ടുള്ള കാര്യം എന്താ, വേറൊരു കമ്പനിയിലേക്ക് വന്നാൽ അത് പൂട്ടിയിട്ട് ആ കേസൊന്നും ഇല്ലാതെയാവുന്നതാണ്. എന്നാൽ ഇതേപോലെ തന്നെ എക്സാലോജിക് എന്ന കമ്പനി ഇന്ത്യയിലായിപ്പോയി. കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി സിംഗപ്പൂർ ആയതുകൊണ്ട് കേരളത്തിലെ കേസ് ഇന്ത്യയിലേക്ക് ഇവർക്കൊരു കേസ് എടുക്കുന്നതിന് ഒരു പരിധിയുണ്ട്. കാരണം അല്ലെങ്കിൽ ഇവർ പറയണം, ലാവലിംഗ് കമ്പനി പറയണം ഈ പൈസ ഞങ്ങൾ കൊടുത്തതാണ് ഇതിന് വേണ്ടിയിട്ട് റെക്കോർഡ് കൊടുക്കണം. എന്നാൽ അവിടെയുള്ള ദിലീപ് രാഘവൻ പിണറായി വിജയൻ്റെ വലങ്കൈ ആയതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും നടക്കില്ല. ഇപ്പം ഇവിടെ എന്താ പറ്റി, എക്സാലോജിക് അതേപോലെ പൂട്ടിയിട്ടെങ്കിലും അതിന് മുമ്പത്തെ കണക്കും കാര്യങ്ങളും ഇന്ത്യയിൽ സുലഭമായിരുന്നു. എല്ലാ വിവരങ്ങളും സുലഭമായതുകൊണ്ട് അതിൽ 2.78 കോടി രൂപയല്ല 20 കോടിയോളം രൂപയുടെ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെന്നുള്ളതും കൃത്യമായി വരികയും അതിൻ്റെ അവരെന്ത് ചെയ്തു, അവർ ബാങ്കിൽ അത് ജപ്തി എന്ത് ചെയ്യാന്ന് പറയാം, ബാങ്കിൽ ഫ്രീസ് ചെയ്തു അക്കൗണ്ട്. ആ 20 കോടി രൂപ ഇതിനകത്തുണ്ട്. ആ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു. മാത്രമല്ല ഈ 2.78 കോടി രൂപ വന്നത് മാത്രമല്ല, പിണറായി വിജയൻ ഒന്ന് പണത്തെക്കുറിച്ചുള്ള കാര്യങ്ങളിലേക്കും കടക്കാൻ പോവുകയാണ്. ഈ കടക്കാൻ പോകുന്ന ഈ 20 കോടി രൂപ വന്നതിൽ കോഴിക്കോട് ഒരു കമ്പനിയിലേക്ക് അത് മാറ്റിയിട്ട് അത് കള്ളപ്പണം ആക്കിയിട്ട് ഇവിടെ നിന്ന് 85 ലക്ഷം രൂപ വിദേശത്തെ അയച്ചതിൻ്റെ റെക്കോർഡും ആരാണ് പുറത്തുവിട്ടത്, ഈ പറയുന്ന ED വളരെ പത്രക്കുറിപ്പിൽ ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. എന്നിട്ട് മലയാള മനോരമയായിരുന്നു അത് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. കൃത്യമായി ഓരോ ഭാഗം വെച്ചിട്ട് അതിൽ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം അവർ റിപ്പോർട്ട് ചെയ്തു. ആ റിപ്പോർട്ട് വളരെ കൃത്യവും സത്യവുമാണ്. അത് അവർക്ക് യാതൊരു ബാധ്യതയും വരുന്നില്ല. ആ ബാധ്യത വരാത്ത എന്താണ്, ED കൊടുത്ത പത്രക്കുറിപ്പിൽ വളരെ വിശദമായി എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ മലയാള മനോരമയുടെ മാത്യുവിനെ ഭീഷണിപ്പെടുത്തുകയാണ് പിണറായി വിജയൻ. അതായത് വധഭീഷണിയാണ് ആ വാക്കിൻ്റെ അർത്ഥം. പിണറായി വിജയൻ്റെ വാക്കിൻ്റെ അർത്ഥം
ഞങ്ങളുടെ കളിക്കണ്ട, ഇത് ക്രൈം, പിണറായി വിജയനാണ് TP ചന്ദ്രശേഖരനെ കൊന്നത് ഓർമ്മയില്ലേ എന്നുള്ള, മുമ്പ് നന്ദകുമാറിൻ്റെ ഓഫീസ് ആക്രമിച്ചത് ഓർമ്മയില്ലേ, അവിടെ 2 പേർ അതിൻ്റെ പേരിൽ കൊല്ലപ്പെട്ടത് ഓർമ്മയിൽ, പിന്നീട് മരണപ്പെട്ടത് ഓർമ്മയില്ലേ എന്ന് കൃത്യമായി മുന്നറിയിപ്പ് നൽകുകയാണ്. പിണറായി വിജയൻ, താങ്കൾ ഏത് കാലത്താണ് ജീവിക്കുന്നത്? താങ്കളുടെ ഒരു പാഴ്വസ്തുവായിട്ടാണ് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി അണികൾ പോലും കാണുന്നത്. വിഴുപ്പ് പാണ്ഡം, പൊഴുത്തുനാറി, അഴിമതിപ്പണം കൈപ്പറ്റി അത് മകൾ കൊണ്ട് ചെയ്യിപ്പിച്ച്, മകൻ്റെ കമ്പനിയിൽ എത്തിച്ച്, വിദേശത്ത് കോടാനുകോടി രൂപ എത്തിച്ച്, അവിടെയൊക്കെ എത്തിച്ച ശേഷം വീമ്പത്തരം പറയുന്ന ഒരു ആൾ മാത്രമാണ് താങ്കൾ. താങ്കളെ ഒരാൾക്കും വിലയില്ലാത്ത സമയത്ത് അഴിമതി നടത്തി, തട്ടിപ്പ് നടത്തി, അങ്ങനെ എല്ലാ തരത്തിലും കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുച്ചൂടം നശിപ്പിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയിലെ അണികൾക്ക് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഒരു ഗതികേടുണ്ടാക്കി അതിന് സമ്പൂർണ്ണമായി BJPയുടെ തടവറയിൽ കൊണ്ടുവച്ച് എന്നിട്ട് വീമ്പത്തരം വിളക്കുന്ന പിണറായി വിജയൻ, താങ്കളുടെ വാക്ക് കേരളത്തിലെ മലയാളികൾ ആരും തന്നെ വില കൊള്ളില്ല. മാത്രമല്ല, പത്രക്കാരവിടെ ഇരുന്നിട്ട് പത്രക്കാരതാക്കാനൊക്കെ താങ്കൾ കഴിയായിരിക്കാം, പക്ഷെ സാധാരണക്കാരായ ആളുകളെ ഒന്നും നീ പറ്റിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക. പഴയ കാലമല്ല പിണറായി വിജയൻ. അപ്പോൾ സോഷ്യൽ മീഡിയ വഴി എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയുന്നുണ്ട്. ഒരു മൊബൈൽ ഫോൺ സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ എല്ലാ വിവരങ്ങളും കിട്ടും. നമ്മുടെ പ്രസ് റിലീസ്, EDയുടെ പ്രസ് റിലീസ് എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞു. അതിൽ പറയുന്ന കാര്യം മലയാള മനോരമ പ്രസിദ്ധീകരിച്ചാൽ, മാമൻ മാത്യുവിനെ വെച്ച് ഭീഷണിപ്പെടുത്തിയാൽ, അതൊക്കെ മുമ്പ് മാമൻ മാത്യു വില വെച്ചിട്ടില്ല, എന്നിട്ടല്ല ഇപ്പോഴും KM മാത്യു വില വെച്ചിട്ടില്ല. മനോരമ പത്രം ഇവിടെ വളർന്നത് മാർക്സിസ്റ്റ് പാർട്ടിയെ സപ്പോർട്ട് ചെയ്തിട്ടാണോ? അല്ലല്ലോ, മാർക്സിസ്റ്റ് പാർട്ടിയുമായി ഏറ്റുമുട്ടിയിട്ടാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പിണറായി വിജയൻ എല്ലാവരെയും സോപ്പിടുന്നതിൻ്റെ ഭാഗമായിട്ട് മാമൻ മാത്യുവിനെ സോപ്പിടാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് അവരുടെ പത്രപ്രവർത്തനം എല്ലാം സത്യം വിളിച്ചു പറയുന്ന കാര്യം നിലച്ചു പോകുമെന്ന് ആരും കരുതുന്നുണ്ടെങ്കിൽ താങ്കൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് ജീവിക്കുന്നത് എന്ന് മാത്രം കരുതിയാൽ മതി. ഒരു സാധാരണ പത്രപ്രവർത്തകൻ പോലും താങ്കളിപ്പോൾ വിശ്വസിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല. മാത്രമല്ല, ഞാൻ താങ്കളെ 2005 കള്ളൻ, പെരുങ്കള്ളൻ, തട്ടിപ്പ് വീരൻ എന്ന് പ്രസിദ്ധീകരിച്ച് തുടങ്ങിയ ശേഷം കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ, മാത്രം എല്ലാ ദൃശ്യമാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും താങ്കളോട് എന്തൊക്കെ ഭാഷയാണ് പറയുന്നത്? നികൃഷ്ടജീവി, ചെറ്റ, പരമചെറ്റ, പരനാറി, ഇതൊക്കെ താങ്കളെ പരസ്യമായി വിളിച്ചുകൊണ്ടിരിക്കുക. കാരണം താങ്കൾ ഇത് പറഞ്ഞിട്ടുള്ള വാചകമാണ്. അപ്പോൾ അങ്ങനെ ഒരു ജീവിയായി കഴിയുന്ന, ആർക്കും വിലയില്ലാത്ത മാർക്സിസ്റ്റ് പാർട്ടി ആകെ തകർന്നു തരിപ്പണായി എങ്ങനെ ഇരിക്കുകയാണ്. ഇത് കേട്ടിട്ട് അന്താളിച്ച് നിൽക്കുകയാണ് സാധാരണ പ്രവർത്തകർ. എന്നിട്ട് ആർക്കും വിശ്വസിക്കാനാവാത്ത കള്ളങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ച് മലർന്ന് കിടന്ന് തുപ്പല്ലേ പിണറായി വിജയ എന്നാണ് ഈ അവസരത്തിൽ പറയുന്നത്.